ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാഷൻ ഡിസൈനിങ് എന്ന മേഖലയെക്കുറിച്ചിട്ടാണ്. ഫാഷൻ ഡിസൈനിങ് എന്ന് കേൾക്കുമ്പം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് കുറേ റൺവേ മോഡലുകളും അതുപോലെ ഈ ഫാഷൻ ഷോസിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറേ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ബൊട്ടിക്സിലോ എന്തിലും ആയിക്കോട്ടെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുറേ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും. പക്ഷേ ഈ കാണുന്ന ആകർഷണങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു വലിയ ലോകമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത്. ഞാൻ ഈ വീഡിയോയിൽ ഒരു 5 പാർട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഫാഷൻ ഡിസൈനിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, പഠിക്കാൻ താല്പര്യമുള്ളവരല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 പോയിൻറ്റ്സ്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോണത്. ആദ്യത്തെ പോയിൻ്റ് വരുന്നത് എന്താണ് ഫാഷൻ ഡിസൈനിങ്, അതിനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്യേണ്ട വർക്കുകൾ എന്തെല്ലാമാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വഴികൾ. ഫാഷൻ ഡിസൈനിങ് നമുക്ക് എങ്ങനെ പഠിക്കാം, നമ്മളുടെ നാട്ടിലും വിദേശത്തോ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാമെന്നതാണ്. മൂന്നാമത് വരുന്നത്, നമുക്ക് ഇപ്പോൾ ഏതൊരു കോഴ്സായാലും നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ ഭയങ്കര സിമ്പിളെന്നല്ല എങ്കിലും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കരിയർ സാധ്യതകൾ, ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത്രയും മാത്രമാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് വാട്ട് ഈസ് ഫാഷൻ ഡിസൈനിങ്, എന്താണ് ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ മാത്രം പറഞ്ഞു പോകാവേ. നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെയും ആക്സസറികളുടെയും ഒരു രൂപകൽപ്പന എന്നൊക്കെ പറയാം അല്ലേ. എങ്കിലും അതിനുള്ളിൽ കല, സാങ്കേതിക, സാംസ്കാരിക താല്പര്യം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ എവിടെയോ ചെല്ലുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് കാണുമ്പോൾ അത് കൊള്ളാം, അല്ലെങ്കിൽ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുമ്പോൾ ആ ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡിസൈൻ അത്രയും അട്രാക്റ്റീവ് ആകുന്നതിലൂടെയാണല്ലേ. അപ്പോൾ ആക്ച്വലി പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടാകണമെന്ന് നമ്മൾ ഈ ഒരു ഡ്രസ്സിന് പാറ്റേൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ഫാബ്രിക് കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം അതെന്താവണം അതിൻ്റെ ഔട്ട്ലുക്ക് എന്നത്. രണ്ടാമത്തെ പോയിൻ്റ് വരുന്നത് വർക്ക്സ് ഓഫ് ഫാഷൻ ഡിസൈനർ, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്തെല്ലാം വർക്കാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാവേ. ആദ്യം തന്നെ ട്രെൻഡുകൾ പഠിക്കണം, ഓരോ ടൈമിനനുസരിച്ച് വരുന്ന ട്രെൻഡുകൾ പഠിക്കണം. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ സ്കെച്ചുകൾ തയ്യാറാക്കണം. രണ്ടാമത് നമുക്ക് ഡ്രസ്സിൻ്റെ സ്കെച്ചുകളൊക്കെ തയ്യാറാക്കേണ്ടത് എന്തായാലും ഫാഷൻ ഡിസൈനർ തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ സ്കെച്ച് ചെയ്തതുപോലെ തന്നെ അതിന് ഏത് ഫാബ്രിക്കാണ് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് ഏത് കളറിലുള്ള ഫാബ്രിക്കാണ് വേണ്ടുന്നത്, അത് ഏത് പാറ്റേണിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്യുന്നതാണ് അടുത്തത്. പിന്നെ വരുന്നത് സാമ്പിൾ പ്രോഡക്റ്റുകൾ നിർമ്മിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ടീമിനൊപ്പം നമ്മൾ സഹകരിക്കണം. നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ സ്കെച്ച് ചെയ്ത ആ ഒരു ഡിസൈൻ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ടീമിനൊപ്പം നമ്മൾ എന്തായാലും കൂടെ നിന്നെങ്കിലേ പറ്റൂ. അപ്പോൾ ആ ഒരു ജോലിയും കൂടെ നമുക്ക് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡ്രസ്സും ഒരു കഥ പറയുന്നത് പോലെ ആക്കണം. അതാണ് ശരിക്കും ഡിസൈനർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി. അടുത്ത പോയിൻ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഏത് കോളേജിലാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവിടുത്തെ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മളുടെ ബാക്കിയുള്ള കപ്പാസിറ്റി എന്നല്ല, നമ്മളുടെ ബാക്കിയുള്ള കരിയർ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് ഇന്ത്യയിലും വിദേശത്തും അതുപോലെ ഇപ്പോൾ കേരളത്തിനുള്ളിലായാലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, നല്ല നല്ല കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോളേജസും ഒക്കെ അവൈലബിൾ ആണ്.
അപ്പം ഞാനിതിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ കുറച്ച് കോളേജുകളുടെ മാത്രം പേരുകൾ എടുത്ത് പറയാം. എല്ലാം കൂടെ പറയാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാത്രം എടുത്ത് പറയാമേ. ആദ്യത്തേത് വന്നിട്ട് നിഫ്റ്റ്, എല്ലാവർക്കും അറിയാമല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അതുപോലെ തന്നെ NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അതുപോലെ വരുന്നതാണ് പേൾ അക്കാഡമി. ഇതെല്ലാം ഇന്ത്യക്കുള്ളിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിനുള്ളിൽ ഈ MG യൂണിവേഴ്സിറ്റി, കോട്ടയം MG യൂണിവേഴ്സിറ്റി, അതുപോലെ കൊച്ചിയിലൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയോടെ പഠിപ്പിക്കുന്ന ഈ സിൻട്രിബെ അക്കാഡമി, അത് കണക്കുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കൊച്ചിയിലാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ IIFD എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, പിന്നെ IIFT ഉണ്ട്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അങ്ങനെ ഒരുപാട് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയാൽ മതി. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ്സിലും ഒക്കെ അവൈലബിൾ ആണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ഇതൊക്കെയാണ്. പിന്നെ കേരളത്തിൽ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് ഈ GITD പോലത്തുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഈ ക്രിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഡ്രീം സോൺ കൊച്ചി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡ്രീം സോൺ GITD ഒക്കെ ഓൾമോസ്റ്റ് കേരളത്തിൽ ഒരുപാട് ജില്ലകളിൽ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ. പിന്നെ അടുത്ത പോയിൻ്റാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫാഷൻ ഡിസൈനർ ആകാൻ വേണ്ടുന്ന കഴിവുകളെന്ന് പറഞ്ഞാൽ ഇതില്ലാത്തവർക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സിമ്പിളായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. എന്നാൽ ഒരു ഫാഷൻ ഡിസൈനറിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി, ഫസ്റ്റ് പോയിൻ്റാണ് ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ട് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഡിസൈനേഴ്സിനും പറ്റില്ല. പിന്നെ ഫാഷൻ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ ഡ്രോയിങ് സ്കിൽസ്, പിന്നെ വരുന്നത് കളർ കോമ്പിനേഷൻ സെൻസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം നമ്മൾ കസ്റ്റമേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെയിനായിട്ടുള്ള പോയിൻ്റാണ്. പിന്നെ ലാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ ടൂൾസ് ഇല്ലേ, നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്റർ, അതുപോലെ ഫോട്ടോഷോപ്സ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ഒക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിരിക്കും ഈ ഒരു ചോയ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് വരുന്ന പോയിൻ്റാണ് കരിയർ സാധ്യതകൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മളുടെ നാട്ടിലായാലും വിദേശത്തൊക്കെ ആയാലും ഒരുപാട് ജോലി സാധ്യതകളുള്ളൊരു കോഴ്സ് തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ പുറത്ത് പോയെങ്കിലേ പറ്റുള്ളൂ, നമ്മുടെ നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ നാട്ടിൽ നിന്നായാലും പുറത്ത് പോയിട്ടായാലും നല്ല പോലെ പണിയെടുക്കാൻ താല്പര്യമുണ്ടോ, എവിടെ നിന്നിട്ടായാലും നമുക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഏതൊക്കെ പൊസിഷനിലാണ് ജോലി കിട്ടുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് ബൊട്ടീക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ്, അത് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് നമുക്ക് മൂവി, സീരിയൽ, മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് കയറാം. പിന്നെ ഫാഷൻ സ്റ്റൈലിസ്റ്റ്, അതും ആ ഒരു ബേസിലൊക്കെ നിൽക്കും. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഈ ഒരു മേഖലയിൽ നമുക്ക് ഫാഷൻ ബ്ലോഗിങ്, ഫാഷൻ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാഷൻ മാർക്കറ്റിങ്ങും, സ്വന്തമായിട്ട് നമുക്ക് ബ്രാൻഡിങ്, സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളൊരു പോയിൻറ്റ്. പിന്നെ ക്വാളിറ്റി കൺട്രോളർ, അതുപോലെ തന്നെ ഫാഷൻ കൺസൾട്ടൻറ്റ്, പിന്നെ ഫാഷൻ മാർക്കറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് പഠിക്കുമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചോയ്സാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വർക്ക് ചെയ്യാൻ. നമുക്ക് സ്വന്തമായിട്ടായാലും അതുപോലെ പുറത്ത് പോയിട്ടായാലും ഇന്ത്യക്കുള്ളിലായാലും കേരളത്തിനുള്ളിലായാലും എവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ജോബ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരുപാട്
ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ളൊരു ലോകമാണ്. അവിടെ നമ്മുടെ ഇമാജിനേഷനും ഹാർഡ് വർക്കും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യണേ.